നമ്മൾ KCB സപ്ലൈ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ മെയിൻ സ്വിച്ച് ഓഫ് ആക്കി കഴിഞ്ഞാൽ പിന്നീട് ചെയ്യുന്നത് ഇൻവെർട്ടർ സപ്ലൈ കട്ട് ചെയ്യാന്നുള്ളതാണ്. അപ്പൊ ഇൻവെർട്ടർ സപ്ലൈ കട്ട് ചെയ്യുമ്പോൾ പലർക്കും അപകടം ഉണ്ടായിട്ടുണ്ട്. അതായത് നമ്മുടെ ഇൻവെർട്ടറിൽ നിന്നുള്ള വൈദ്യുതി KCB സപ്ലൈ കട്ടായാൽ മാത്രം വീടുകളിൽ വൈദ്യുതി എത്തുന്നില്ല എന്ന അർത്ഥമില്ല. ഈ ബാറ്ററിയിൽ നിന്നുള്ള വൈദ്യുതി ഇൻവെർട്ടർ വഴി ഈ പ്ലഗിലേക്ക് തിരിച്ചു വന്ന് നമ്മുടെ വീടുകളിലൊക്കെ തന്നെ വൈദ്യുതി എത്തും. KCB സപ്ലൈ മാത്രമല്ലല്ലോ. സാധാരണ ആളുകൾ എന്താ ചെയ്യുക, ഇൻവെർട്ടറിന്റെ ഈ പ്ലഗ് നമ്മൾ ഇതുപോലെ വലിച്ചു വരും. ഇങ്ങനെയാണ് സാധാരണഗതിയിൽ ആളുകൾ ചെയ്യുക. പക്ഷെ ഇത് ഭയങ്കര അപകടകരമാണ്. കാരണം ഇങ്ങനെ ഊരുമ്പോൾ ഇതിന്റെ അറ്റത്ത് ഈ ബാറ്ററിയിൽ നിന്നും ഇൻവേർട്ട് ചെയ്തു വരുന്ന കറണ്ട് പൂർണ്ണമായിട്ടും ഈ പ്ലഗിൽ ഇപ്പോഴുണ്ട്. അതിൽ ടച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് മരണം വരെ സംഭവിക്കാം. അങ്ങനെ നമ്മൾ ധരിക്കും ഇതിൽ വൈദ്യുതി ഇല്ലെന്ന് ധരിച്ചുകൊണ്ട് ഈ തറയിൽ വെള്ളം കയറി നിൽക്കുകയാണോ, ആ സമയത്ത് നമ്മളിത് താഴോട്ട് ഇട്ട് കഴിഞ്ഞാൽ ആ വെള്ളത്തിൽ മുഴുവൻ വൈദ്യുതി പ്രവാഹം ഉണ്ടാവും. അതൊക്കെ വലിയൊരു അപകടം തന്നെയാണ്. തീർച്ചയായും വെള്ളത്തിൽ നിൽക്കുകയാണ്. അപ്പൊ മരണം വരെ സംഭവിക്കാം. അപ്പൊ നമ്മൾ എങ്ങനെ കറക്റ്റ് നമ്മൾ എങ്ങനെ ചെയ്തു കൊടുക്കേണ്ടത്? അതായത് ഇൻവെർട്ടറിന്റെ ക്യാബിനിന്റെ മുകളിൽ ഒരു സ്വിച്ച് ഉണ്ട്. ഇതുപോലെ റെഡ് സിഗ്നൽ കണ്ടില്ലേ, ഇത് കട്ടാവണം. ഇപ്പൊ ഈ ബാറ്ററിയിൽ നിന്നുള്ള ബാറ്ററി കറണ്ട് ഇതുവഴി നമ്മളുടെ ലൈനിലേക്ക് എത്തില്ല, വീടിനുള്ളിലേക്ക് എത്തില്ല. ആ ഒരു കണ്ടീഷനിൽ മാത്രം നമ്മൾ ഈ പ്ലഗ് വലിച്ചു ഊരാവും. അതല്ലാതെ നമ്മൾ വലിച്ച് ഊരിക്കഴിഞ്ഞാൽ ആ പ്ലഗിൽ ബാറ്ററിയിൽ നിന്നുള്ള കറണ്ട് റിട്ടേൺ വരികയും അത് നമ്മളുടെ അപകടത്തിന് കാരണമാവുകയും ചെയ്യും. ഇതാണ് ഇൻവെർട്ടർ കൈകാര്യം ചെയ്യുമ്പോൾ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ടത്.